ഹൈ ഓൾ, നമ്മൾക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അവിടെ ഈ 25ാമത്തെ ക്വസ്റ്റിന് റിഫ്ലക്സീവ് ആൻഡ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. അതിലെ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് എന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, എ എന്ന് പറഞ്ഞ സെറ്റ് ആരാ 1,2,3 അല്ലെ. എ എന്നൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റ് ആരാണ് 1,2,3. വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ അല്ലെ. ഈ കാണുന്ന ഈ എയിൽ നിന്നുള്ള റിലേഷൻസിന് എണ്ണം കാണും അല്ലെ. വെറുതെ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ അല്ല, ആ എയിൽ ആരൊക്കെ ഉണ്ടാവണം 1, 2. അപ്പൊ ആ റിലേഷനിൽ ആരൊക്കെ ഉണ്ടാവണം 1, 2 ഉണ്ടാവണം, 2, 3 ഉണ്ടാവണം. അത് നിർബന്ധമായിട്ട് ഉണ്ടായിരുന്നു അല്ലെ. ഈ കാണുന്ന റിലേഷനിൽ 1, 2, 2, 3 നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതിന് പുറമെ എന്താണ്, വിച്ച് ആർ റിഫ്ലക്സീവ് ആവണം, പക്ഷെ എന്താ പാടില്ല ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്താ പാടില്ല സിമെട്രിക് ആകാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് സെറ്റ് 1,2,3 എത്ര റിലേഷൻസ് ഉണ്ട് നോക്കണം അല്ലെ. ആ റിലേഷൻസിന് പ്രത്യേകം എന്താണ്, ആ റിലേഷൻസ് റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, എന്താകാൻ പാടില്ല ദെൻ സിമെട്രിക് ആകാൻ പാടില്ല. അതേപോലെ അതിൽ ആരൊക്കെ ഉണ്ടാവണം 1, 2, 2, 3 ഉണ്ടാവണം അല്ലെ. സോ റിലേഷൻ എന്തായാലും 1, 2, 2, 3 ഉണ്ടാവണം. ദെൻ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, സിമെട്രിക് ആവാൻ പാടില്ല. ഇത്രയും കേസാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ സെറ്റ് എ എന്താ 1,2,3 അല്ലേ അല്ലെ. അപ്പൊ എന്തായാലും ഈ എലമെന്റ് അവിടെ ഉണ്ടാവണം, അതിനെ ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ, ഇനി റിഫ്ലക്സീവ് ആണ്ടേ, റിഫ്ലക്സീവ് ആണെങ്കിൽ 1, 2, 3 ഉണ്ടെങ്കിൽ 1, 1, 2, 2, 3, 3 ഉണ്ടാവണ്ടേ. അത് ഞാൻ ആദ്യം എഴുതി 1, 1, 2, 3, 3, 3 എന്തായാലും ഉണ്ടാവും അല്ലെ. അത് ഉണ്ടായാലും എന്താവുള്ളൂ റിഫ്ലക്സീവ് ആവുള്ളൂ അല്ലെ. ഇനി ട്രാൻസിറ്റീവ് ആണല്ലോ, ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ ബിയും ബി സിന്റെ എ സി ഉണ്ടാവണ്ടേ. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. അപ്പൊ ആരുണ്ടാവണം 1, 3 ഉണ്ടാവണ്ടേ. ആ 1, 3 ഇല്ല ഇവിടെ, 1, 3 ആഡ് ചെയ്തു, എന്നാൽ ട്രാൻസിറ്റീവ് ആവുള്ളൂ അല്ലെ. അത് ഓക്കെ. ഇനിയോ ബാക്കി ഓക്കെയാണ്. ആ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുമ്പോഴേ ഒരു ഷോർട്ട് കട്ട് പറയാം, ഇതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം അത് ഓൾറെഡി ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളെ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ 1, 3 ഉണ്ട്, 3 സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ലല്ലോ. 2, 3 ഉണ്ട്, 3 സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല. ഓക്കെ, ദെൻ ബാക്കി കഴിഞ്ഞു. അപ്പൊ ഇതെന്താ, ഈ കാണുന്ന ആള് ഒന്ന് ആലോചിച്ച് നോക്ക്, റിഫ്ലക്സീവ് അല്ലേ. എന്തുകൊണ്ട് റിഫ്ലക്സീവ് ആണ്? 1, 1, 2, 2, 3 ഉണ്ട് അല്ലെ. ട്രാൻസിറ്റീവ് അല്ലേ, ആണ്. എന്തുകൊണ്ടാ 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്, 1, 3 ഉണ്ട് അല്ലെ. എന്നാൽ സിമെട്രിക് ആണോ? അല്ല. കാരണം എന്താ, 1, 2 ഉണ്ട് ഇവിടെ, 2, 1 ഇല്ലല്ലോ. അപ്പൊ ഇത് സിമെട്രിക് അല്ല. നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ എന്താണ്, R1 ആയി, ഒരു റിലേഷൻ ആയി. ഓക്കെ, രണ്ടാമത്തെ റിലേഷൻ R2 ഉണ്ടാക്കണേ. അപ്പൊ R2 ഉണ്ടാക്കുമ്പോഴേ ഇതൊക്കെ എന്തായാലും ഉണ്ടാവണം നമ്മളെ എലമെന്റ് അല്ലെ. ഇതെന്തായാലും ഉണ്ടാവണം, കാരണം അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഈ എലമെന്റ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, എന്തായാലും ഉണ്ടാവണം അല്ലെ. അതേപോലെ ഇതും എന്തായാലും ഉണ്ടാവണം, അതും ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ 1, 3 എന്തായാലും ഉണ്ടാവണം, കാരണം 1, 3 ഉണ്ടായത് ട്രാൻസിറ്റീവ് ആവുള്ളൂ അല്ലെ. ഇപ്പൊ ഈ കേസിൽ ഇത് R1 എന്ന അതേ റിലേഷനാ അല്ലെ. ഇനി ഇതിലേക്ക് ഏതെങ്കിലും എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് എന്താകാൻ പാടില്ല, അത് സിമെട്രിക് ആകാൻ പാടില്ല. പക്ഷെ എന്താണ്, ഓൾറെഡി ട്രാൻസിറ്റീവ് അല്ലേ, ആ ട്രാൻസിറ്റീവ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതിലേക്ക് ഇനി ഏത് എലമെന്റ് ആഡ് ചെയ്യാം? എടാ, എന്തുകൊണ്ട് അത് സിമെട്രിക് അല്ലാത്തത്? 1, 2 ഉണ്ട്, 2, 1 ഇല്ല. 2, 3 ഉണ്ട്, 3, 2 ഇല്ല. ഈ രണ്ട് എലമെന്റ് കുറവുകൊണ്ടല്ലേ 2, 1, 3, 2 എന്ന രണ്ട് എലമെന്റ് കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 3, 1 ഉണ്ടല്ലേ അല്ലെ. ഇങ്ങനെയുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായി സിമെട്രിക് ആവില്ലേ അല്ലെ. അങ്ങനെയെങ്കിലേ ഇതിന് ഞാൻ 2, 1 എന്നൊരു എലമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തു വിചാരിക്കും. ഇത് പുതിയൊരു റിലേഷൻ അല്ലേ. ഈ റിലേഷനും നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇല്ലേ അല്ലെ. എന്തുകൊണ്ടാണ് മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് റിഫ്ലക്സീവ് ആണ് അല്ലെ, ഇത് ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ടാ, 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. അപ്പൊ ആരുണ്ടായാൽ മതി 1, 3 ഉണ്ടായാൽ മതി, അത് ഓക്കെ അല്ലെ. പിന്നെ 2, 1 ഉണ്ട്, ദെൻ 1, 3 ഉണ്ട്. അപ്പൊ ആരുണ്ടായാൽ മതി 2, 3 ഉണ്ടായ പോലെ 2, 3 ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഈ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. എന്തുകൊണ്ട് സിമെട്രിക് അല്ല? 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്, അത് ഓക്കെ. പക്ഷെ എന്തില്ല, 2, 3 ഉണ്ട്, 3, 2 ഇല്ലല്ലോ. അപ്പൊ സിമെട്രിക് അല്ല. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇത് റിലേഷൻ നമ്പർ 2 ആണ്. ഒരു റിലേഷൻ കൂടി ഉണ്ടാക്കാലോ, എങ്ങനെയാണോ R3. ഓക്കെ, ഞാൻ അഗൈൻ ഈ എലമെന്റുകൾ എന്തായാലും ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ അതൊന്നുകൂടി എഴുതി. ആ എലമെന്റുകൾ ഞാൻ ഒന്നുകൂടി എഴുതി അല്ലെ. ഇനി ഏതെങ്കിലും എലമെന്റ് ആഡ് ചെയ്യാം അല്ലെ. പക്ഷെ ആ എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ട്രാൻസിറ്റിവിറ്റി പോകാൻ പാടില്ല, റിഫ്ലക്സിവിറ്റി എന്തായാലും പോകൂല, നമ്മളെ സിമെട്രിക് ആവാൻ പാടില്ല അല്ലെ, സിമെട്രിക് ആവാൻ പാടില്ല. അപ്പൊ ആഡ് ചെയ്യാം 2, 3 ഉണ്ടല്ലോ, 3, 2 ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഗുണം എന്താ, ഒന്ന് ആലോചിച്ച് നോക്ക്. 3, 2 ഉണ്ട് ഇവിടെ അല്ലെ, 2, 3 ഉണ്ട്, 3, 3 ഉണ്ടല്ലോ ഇവിടെ. യെസ്, ട്രാൻസിറ്റീവാ അല്ലെ. ദെൻ പിന്നെയോ 3, 2 ഉണ്ട്, 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരും ഇല്ല അല്ലെ. 2 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതായത് എന്താ, ട്രാൻസിറ്റീവാ.
റിഫ്ലക്സീവാ സിമ്മട്രിക് ആണോ അല്ല എന്തിനും സിമ്മട്രിക് അല്ല 1 2 ഉണ്ട് 2 1 ഇവിടെ അല്ല അല്ലെ അപ്പൊ ഇത്രയും റിലേഷൻസ് ആണെന്ത് R1 R2 R3 എത്ര റിലേഷൻസ് ഉണ്ട് 3 റിലേഷൻസ് അല്ലെ ഈ 3 എന്താണ് റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവ് ആണ് പക്ഷെ എന്തല്ല സോറി റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവ് ആണ് പക്ഷെ എന്തല്ല സിമ്മട്രിക് അല്ല ഓക്കെ സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ പക്ഷെ വലിയ സംഭവം ഒന്നുമല്ല കുറച്ച് ആലോചിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഡേയിൽ ഐ മീൻ നമ്മുടെ ഷിഫ്റ്റ് 2 ഫെബ്രുവരി 22 ഷിഫ്റ്റ് 2 ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ പേപ്പറാണ് ഭയങ്കര ടഫ് അല്ല ഭയങ്കര ഈസിയും അല്ല ഒരു മോഡറേറ്റ് ലെവൽ പേപ്പർ ആയിരുന്നു അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു